NCPയും JDSും LDFുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള ബാന്ധവും ഉപേക്ഷിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അതിനകത്ത് JDSിൻ്റെ മന്ത്രിയായിട്ടുള്ള കൃഷ്ണൻകുട്ടിയും NCPയുടെ നിലവിലെ മന്ത്രിയായ AK ശശീന്ദ്രനെയും രാജിവെപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറല്ല. NCPയിൽ വലിയ രീതിയിലുള്ള ഒരു അധികാര കൈമാറ്റം നടത്താനാണ് ശരത് പവാർ ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം. അതുപോലെ JDSിൽ ഇനിയുള്ള കാലത്ത്, ശേഷിക്കുന്ന കാലത്ത് മാത്യു ടി തോമസിനെ മന്ത്രിയാക്കാൻ വേണ്ടിയുള്ള നീക്കവും നടക്കുന്നുണ്ട്. ഇതിന് വഴങ്ങാതിരിക്കുകയാണ് ഇരുവരും. ഇതോടുകൂടിയാണ് ഇപ്പോൾ NCPയിലും JDSിലും പിളർപ്പുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. JDSിനെ സംബന്ധിച്ചിടത്തോളം മാത്യു ടി തോമസ് തന്നെയാണ് അവസാന വാക്കായി നിൽക്കുന്നത്. മാത്യു ടി തോമസും ജോസ് തെറ്റയിലുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്നാൽ പോലും ചിറ്റൂർ MLA ആയ കൃഷ്ണൻകുട്ടിയെ ഇത്രയും നാൾ മന്ത്രിയാക്കാൻ അനുവദിച്ചത് ശുദ്ധ അസംബന്ധമായി പോയി എന്ന് തന്നെയാണ് മാത്യു ടി തോമസിൻ്റെ അനുകൂലികൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് AK ശശീന്ദ്രൻ്റെ വിഷയം. AK ശശീന്ദ്രൻ്റെ ജന്മാവകാശമല്ല മന്ത്രിസ്ഥാനം എന്ന് തോമസ് കെ തോമസ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. തോമസ് കെ തോമസ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു. പാർട്ടി പറയുന്ന നിലപാടിലേക്ക് ശശീന്ദ്രൻ മാറിയില്ലെങ്കിൽ ശശീന്ദ്രൻ്റെ MLA സ്ഥാനം രാജിവെക്കേണ്ട അവസ്ഥ അദ്ദേഹത്തിന് വരും. അതിനുവേണ്ടിയുള്ള നിയമ നടപടിക്ക് ഒരുങ്ങാനും തോമസ് കെ തോമസിന് ഒരു രീതിയിലുള്ള മടുപ്പുമില്ല. കാരണം PC ചാക്കോയാണ് NCPയുടെ അധ്യക്ഷൻ, സംസ്ഥാന അധ്യക്ഷൻ. PC ചാക്കോ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ശരത് പവാറിൻ്റെ തീരുമാനം വന്നിരിക്കുന്നു. ശരത് പവാർ തീരുമാനിച്ചിരിക്കുന്നത് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുക എന്നുള്ളതാണ്. പക്ഷേ ദേവഗൗഡയുടെ പാർട്ടിയായിട്ടുള്ള JDSിനെ സംബന്ധിച്ചിടത്തോളം അവർ BJPയുടെ B ടീമാണ്. കേരള ഘടകവും BJPയുടെ B ടീമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞത് മുതൽ തന്നെ JDSിൽ അങ്കലാപ്പ് കൂടിയിരിക്കുകയാണ്. കൃത്യമായി മാത്യു ടി തോമസ് പറയുന്നത് ഞങ്ങൾ മതേതര കക്ഷി തന്നെയാണ്. മാത്യു ടി തോമസ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസുമായി അടുക്കേണ്ടി വന്നാലും BJPയുമായി ഒരു രീതിയിലും സന്ധി ഞങ്ങൾക്കില്ല. അതിൻ്റെ പേരിൽ പാർട്ടി വിടാൻ അല്ലെങ്കിൽ പാർട്ടിയെ പിളർത്താൻ ഞങ്ങൾ തയ്യാറാണ്. ആ ഒരു സംവിധാനത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും കൃഷ്ണൻകുട്ടിയെ ഒഴിവാക്കേണ്ടി വരും. അഥവാ കൃഷ്ണൻകുട്ടി മന്ത്രിസ്ഥാനത്ത് തുടരുകയാണെങ്കിൽ ഞങ്ങൾ പ്രധാനമായും ജോസ് തെറ്റയിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ, ഔദ്യോഗിക വിഭാഗം പാർട്ടിയെ പിളർക്കും. അങ്ങനെ വരുമ്പോൾ പാർട്ടിക്ക് ലേബലില്ലാതാകും. ഒന്നും ആകാതെ പോകുന്ന ഈ ഈർക്കിൽ പാർട്ടിയെ ചുമക്കേണ്ട ഗതികേടിലേക്ക് പിണറായി വിജയൻ മാറും. ഇനിയുള്ള കാലം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അതിദുർഘടം പിടിച്ച നാളുകൾ തന്നെയാണ്. അധികാരത്തിൽ നിന്നും ചവിട്ടി ഇറക്കാൻ തന്നെയാണ് മറ്റുള്ളവർ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് കൃത്യമായി പറയുന്നത് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് ഇവിടെ ചെയ്യാൻ കഴിയുക എന്നുള്ളത് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ എന്നാണ് സുധാകരൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതായത് പിണറായി വിജയനെ പോലെ ഒരു വലിയ രീതിയിൽ അഴിമതിയുടെ തടാകത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന പിണറായി വിജയനെ പോലെ ഒരു അഴിമതിക്കാരനെ ഇനിയും ഈ സംസ്ഥാനത്തിൻ്റെ കാവലാളായി വെച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ രീതിയിലും അദ്ദേഹത്തിനെ പുറത്താക്കുക എന്നുള്ളത്. ADGPക്കെതിരെ അല്ല വാസ്തവത്തിൽ അന്വേഷണം വരേണ്ടത്, പിണറായി വിജയനെതിരെയാണ് അന്വേഷണം വരേണ്ടത് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടത് എന്ന കാര്യം കൃത്യമായി സുധാകരൻ പറഞ്ഞിരിക്കുകയാണ്.